ഇന്ത്യയിലാത്ത ഡോൾബി സിനിമാസിൽ ചർച്ചാ വിഷയമായ സയ്യാറ എന്നുള്ള സിനിമ ഉണ്ട്. എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. സയ്യാറ ഡയറക്റ്റഡ് ബൈ മോഹിത് സൂരി, ദ ഡയറക്ടർ ഓഫ് സെഹർ, കലിയുഗ്, ആവാരപ്പൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇൻക്ലൂഡിങ് ആഷിക്കി 2. ബാക്കി സിനിമകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റാസ്, മിസ്റ്ററി കണ്ടിന്യൂസ്, ക്രുക്ക്, മർഡർ 2, എക് വില്ലൻ, ഹമാരി അധൂരി കഹാനി, ഹാഫ് ഗേൾ ഫ്രണ്ട്, മലങ്ക്, എക് വില്ലൻ റിട്ടേൺസ്, ഇപ്പോൾ അങ്ങനെ സയ്യാറയിൽ എത്തി നിൽക്കുന്നു. എൻ്റെ ഫേവററ്റ് സിനിമ ഓഫ് മോഹിത് സൂരി ഏതാണെന്ന് വെച്ചാൽ അതാണ് ആവാരപ്പൻ ആൻഡ് കലിയുഗ്. ആരൊക്കെ ഇഷ്ടമുള്ള പടങ്ങളാണ്. വേറെ ഒരുപാട് സിനിമകൾ ഇഷ്ടമാണ്, ഇൻക്ലൂഡിങ് ആഷിക്കി 2 ഇഷ്ടമാണ്, ഇൻക്ലൂഡിങ് എക് വില്ലൻ ഇഷ്ടമാണ്. പക്ഷേ ആവാരപ്പൻ ആൻഡ് കലിയുഗ് എനിക്ക് അന്ത ലെവൽ സ്ഥാനമാണ്. ആവാരപ്പൻ എനിക്ക് ഇവിടെയാണ്. അമ്മാതിരി ഇഷ്ടമുള്ളൊരു സിനിമയാണ്. അമ്മാതിരി കലക്കൻ എൻഡിങ്, രോമാഞ്ചം പിടിച്ച് തിയേറ്ററിൽ നിന്ന് കണ്ടൊരു സിനിമ. മറക്കാൻ പറ്റില്ല എനിക്ക്. അമ്മാതിരി ഇഷ്ടമുള്ളൊരു പാടാണ്, അമ്മാതിരി ഇഷ്ടമുള്ള പാട്ടുമാണ് തോഫീർ റാവു. ഞാൻ ജീവനോടുള്ള കാലത്തോളം ആ പാട്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് കേൾക്കാറുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ പ്ലേസിൽ ഫുൾ ടൈം ഉണ്ടാകുന്നൊരു പാട്ട്, അത്ര ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്. അപ്പോൾ ആ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണത്. ആ ഒറ്റ പേര് മാത്രം മതി എനിക്ക് സിനിമയ്ക്ക് പോകാൻ. അത് മാത്രമേ ഞാൻ കണ്ടിട്ട് പോയതും. അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ മെയിൻ ലീഡ് അനന്യ പാണ്ഡെയുടെ അനിയനാണെന്ന് അറിഞ്ഞത്. അതുപോലെ ഈ പെൺകുട്ടി ഏതോ ആരുടെയൊക്കെ മക്കളാണെന്ന് തോന്നണം. എനിക്ക് നെപ്പോ പരിപാടി എനിക്കറിയാൻ പാടില്ല, ആരുടെയാണെന്നൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ സെർച്ച് പോലും ചെയ്ത് നോക്കിയിട്ടില്ല. ആകെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയത് ഇവരുടെ പേരെന്തൊക്കെയാണെന്ന് അറിയാനാണ്. കാരണമുണ്ട്. കാരണം പൊതുവെ ഈ അടുത്ത് വരുന്ന ഓരോ നെപ്പോ പ്രൊഡക്ട്സ് പോലെ അല്ല, ഇവർ രണ്ടുപേർക്കും കിടുമായിട്ട് അഭിനയിക്കാൻ അറിയാം. രണ്ടുപേരും കിടിലായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. ഐ ബിലീവ് ഇറ്റ് ഈസ് ഓൾ താങ്ക്സ് ടു ദി ഡയറക്ടർ. കാരണം പുള്ളിയുടെ കയ്യിൽ അഭിനയിക്കാൻ അറിയാൻ പാടാത്തതിനെ പോലും കിട്ടിയാലും പുള്ളി അഭിനയിപ്പിച്ച് എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഡയറക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വളരെ ചുരുക്കം ബോളിവുഡ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് മോഹിത് സൂരി. അതുകൊണ്ട് തന്നെ അഹാൻ പാണ്ഡെ എന്ന ബ്രദർ ഓഫ് അനന്യ പാണ്ഡെ, അനീത് പഡ എന്നുള്ള പേരാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നടിയുടെ. ഇനി ഏതെങ്കിലും ആരുടെങ്കിലും റിലേറ്റീവ് ആണോ അല്ലെങ്കിൽ വല്ല നടീനടന്മാരുടെ മോളാണോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഷീ നോസ് ടു ആക്ട് ആൻഡ് ഹീ നോസ് ടു ആക്ട് ഈവൻ ബെറ്റർ. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരും ഈ സിനിമയിൽ. സംഭവം ഒരു തിൻ ലൈനർ, വൺ ലൈനറൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്ലീശേ ബോളിവുഡ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് തള്ളാം. പക്ഷേ അതല്ല സാധനം. തള്ളാൻ ദ സെൻസ് ഞാൻ തള്ളി മരിക്കാന്നുള്ളതല്ല, തള്ളിക്കളയാം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാണ്. പക്ഷേ ഇത് അന്തമാതിരി പടമല്ലടേ, ഇത് പൊളി സാധനമാണ്. കിഡുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ. അതായത് ഒരു ബേസിക് വൺ ലൈനറിൽ നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാവുന്നൊരു സാധനത്തിനെ കിഡിലും പെർഫോമൻസും അന്യ പാട്ടുകളും കൊണ്ട് അന്തമാതിരി ലെവലിൽ എത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ട തിയേറ്ററിനെ കൂടെ ഒരു ഗുണമുണ്ടെന്ന് പറയേണ്ടി വരും. ഞാൻ ഈ സിനിമ കണ്ടത് ഡോൾബി സിനിമാസിലാണ്. ഡോൾബി വിഷൻ സിനിമാസ് എന്നുകൂടെ പറയാവുന്ന ഡോൾബി സിനിമാസിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾബി സിനിമാസ് വെന്യൂവിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഇത് ഡോൾബി വിഷൻ മൂവി ആണോ എന്നുള്ള കാര്യം ഐ ഡൗട്ട് ഇറ്റ്. SDR ആണ് ഞാൻ കണ്ടതെന്ന് വിചാരിക്കുന്നു. പൊതുവെ ഡോൾബി സിനിമാസിൽ HDR അല്ലെങ്കിൽ HFR ആയിട്ടുള്ള പ്രിൻ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇത് SDRലാണ് ഞാൻ കണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ മോനെ ഒരു SDR പ്രിൻറ്റിനെ പോലും ഡോൾബി സിനിമാസ് അന്ത ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ കണ്ട വെന്യൂവിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ സെപ്പറേറ്റ് വരുന്നതായിരിക്കും. ഇത് ഒരുപാട് പേര് ഈ സിനിമയുടെ അഭിപ്രായം എന്നോട് പറയണം എന്ന് കുറേ ആയി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായിട്ട്. അതുകൊണ്ട് ഞാൻ ഇത് ആദ്യമേ ഇടുകയാണ്. എന്തായാലും 6 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ 6 ദിവസം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ വീഡിയോ. എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതാണ്. ഞാൻ കുറച്ച് തിയേറ്ററിൽ തീർത്ഥാടനത്തിന് പോയിരിക്കുകയായിരുന്നു. ഒരു 70mm IMAX തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയായിരുന്നു. GT IMAX. അതുപോലെ കുറേ സിനിമകൾ IMAX വിത്ത് ലേസർ വെന്യൂസിൽ കണ്ടു, ഡോൾബി സിനിമാസിൽ കണ്ടു. ഇതൊക്കെയൊക്കെ വീഡിയോ ഇനി വരും. ഡോൾബി സിനിമയിലെ 3 സിനിമ കണ്ടു. IMAX വിത്ത് ലേസറിൽ 2 പ്രസൻറ്റേഷൻസ് കണ്ടു. IMAX വിത്ത് ലേസറിൽ ഞാൻ മൊത്തത്തിൽ കുറേ കണ്ടു, എണ്ണം തന്നെ തെറ്റിയിപ്പോൾ. മൊത്തത്തിൽ F1 4 തവണ കണ്ടു, സൂപ്പർമാൻ 3D വെർഷൻ 4 തവണ കണ്ടു, 2D വെർഷൻ 2 തവണ കണ്ടു, സയ്യാറ കണ്ടു, മെട്രോ ഇന്ത്യനും കണ്ടു. മെട്രോ ഇന്ത്യനോടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നാളെ ഇടാം. അപ്പോൾ എന്തായാലും ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു കിടിലം വാച്ചായിരുന്നു. ആസ് എ മോഹിത് സൂരി ഫാൻ ഐ ആം സാറ്റിസ്ഫൈഡ്. ആസ് എ 90s കിഡ്
മോഹിത് സൂരി എന്നുള്ള ഡയറക്ടറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2000s ആ മെലീനിയ ടൈമിലാണ്. പക്ഷെ എൻ്റെ മക്കളെ അന്ത സമയത്ത് ഇങ്ങേരുടെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്കൂൾ കോളേജ് കുട്ടികളുടെ പ്ലേലിസ്റ്റിൽ ഇങ്ങേരുടെ പാട്ടുകൾ നിറഞ്ഞു നിൽക്കും. ഏത് സിനിമയുടെ എടുത്ത് നോക്കിയാലും സെഹർ ഉൾപ്പെടെ, ഈവൻ സെഹർ അഗർ തും മിൽ ജാവോ എന്നുള്ള പാട്ട് ശ്രേയഘോഷലിനെ ശ്രേയഘോഷലാക്കി മാറ്റിയ പാട്ടാണത്. ഈവൻ ദോ ദേവദാസിൽ പുള്ളിക്കാരി പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും, ദേവദാസിന്റെ പാട്ട് അത്ര ഹിറ്റായിരുന്നെങ്കിൽ പോലും അഗർ തും മിൽ ജാവോ കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. അമ്മാതിരി ഹിറ്റ് പാട്ടും കൂടിയായിരുന്നു അത്. ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സെഹർ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഇതേ ഒരു ഹിറ്റ് മേക്കറാണ്. ലവ് സ്റ്റോറീസ്, ബിട്രയൽ ടൈപ്പ് സിനിമകളൊക്കെ എടുക്കാൻ പുള്ളി വേറെ ലെവലാണ്. ഈ പടം വളരെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കുറേ ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ സിനിമകൾ എടുത്ത് ഫെയിലായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പുതിയ രീതിയിൽ ആ ഒരു ന്യൂജൻ ടൈപ്പ് രീതിയിൽ ഈ സിനിമ എടുത്തിട്ടും കിടുവായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാവാം ഈ സിനിമയ്ക്ക് ഭയങ്കര സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പോയ ഈവൻ ഡോൾബി സിനിമാസിൽ പോലും അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്, അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഇത് കൂടാതെ ഞാൻ കണ്ടത് ഈ സിനിമ ഇറങ്ങി ജസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ്, ഒരു ദിവസമോ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. എൻ്റെ പൊന്നെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ ഈവൻ കൊച്ചി പോലും PVR ടിക്കറ്റ് ഇല്ല. അമ്മാതിരി ടിക്കറ്റ് ബുക്കിങ്. ഞാൻ ആദ്യം വിചാരിച്ച എന്തോ കോർപ്പറേറ്റ് ബുക്കിംഗ് ആണ്, തട്ടിപ്പാണ്. എവിടെയല്ല, ഞാനത് കണ്ണുകൊണ്ട് കണ്ടു. എന്താ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 സ്റ്റേറ്റിൽ, കേരളം അല്ലാത്ത വേറെ 2 സ്റ്റേറ്റിൽ പോയപ്പോഴേക്കും അവിടെ അന്യായ തിരക്ക്. അതായത് രാത്രി 12:55 ഷോ ഇട്ടിട്ടും ഹൗസ് ഫുൾ ഫ്രണ്ട് റോ വരെ ബുക്ക്. ഞാൻ നേരിട്ട് കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഫുള്ള്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കോർപ്പറേറ്റ് പരിപാടി ഇരിക്കുന്നത്. എവിടെ അല്ല, ഇനോക്സും PVRലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ സിറ്റി പ്രൈഡിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ സാഗരം പോലെ വരിക. നമ്മളിവിടെ ലാലേട്ടൻ്റെ തുടരിൻ്റെ സമയത്ത് എന്ത് തിരക്കായിരുന്നു ആ ലെവലിൽ തിരക്ക്. അപ്പം ഇത് എല്ലാ ഏജിലുള്ള ആൾക്കാരും ഏറ്റെടുത്തെന്ന് എനിക്ക് തോന്നി. കാരണം ഫാമിലിയായിട്ട് വരുന്നു, ഫ്രണ്ട്സായിട്ട് വരുന്നു, കപ്പിൾസ് വരുന്നു. ഇവിടെ എന്ത് തിരക്കാരെന്ന് അറിയാമോ? ഞാൻ ഞെട്ടിപ്പോയി. എത്ര നാളെ ഇതുപോലൊരു തിരക്ക് ഒരു ഹിന്ദി സിനിമയ്ക്ക് കണ്ടിട്ട് സന്തോഷം വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. കാരണം ഈ സിനിമ ഡെഫിനറ്റ്ലി നല്ല പടവും കൂടിയാണ്. പക്ഷേ ഈ ഒരു സ്വീകരണം സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ കിട്ടേണ്ടിയിരുന്ന ആ ലാപ്പത്താ ലേഡീസ് എന്നുള്ള സിനിമയ്ക്കും അതുപോലെ തന്നെ ഇക്കൊല്ലിറങ്ങിയ സൂപ്പർ ബോയ്സ് ഓഫ് മലഗാം എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് അവർക്ക് ആ ഒരു 2 പടങ്ങൾ അത് അമ്മാതിരി ഡിസർവിങ് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ ഞാൻ ഡിപ്ലോമാറ്റ് എന്നുള്ള സിനിമ കണ്ടപ്പോൾ എനിക്ക് അതും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അതിൽ കേസരി 2 കണ്ടപ്പോൾ അത് കിടുന്ന പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ അനന്യ എന്നത് വേറെ ലെവലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അനന്യയുടെ അഭിനയം. കുറേ പേര് അന്യനെ ഇങ്ങനെ താഴ്ത്തി കെട്ടാറുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ മലയാളത്തിൽ കല്യാണി പ്രിയദർശനൊക്കെ കിട്ടുന്ന പോലെ ഇങ്ങനെ നല്ല ഹെയ്റ്റും നല്ല രീതിയിൽ ട്രോൾസ് അനന്യക്ക് ബോളിവുഡിൽ കിട്ടാറുണ്ട്, നെപ്പോ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അനന്യ സൂപ്പറായിട്ട് അഭിനയിച്ചെന്ന് എനിക്ക് തോന്നിയ കുറച്ച് സിനിമകളുണ്ട്. കേസരി 2 കിഡിലിന് അഭിനയമായിരുന്നു. CTRL കൺട്രോൾ എന്നുള്ള ഒരു വിക്രമാദിത്യ മോട്ടുവായന സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമ ഡയറക്റ്റ് OTT റിലീസുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഒന്ന് കണ്ടു നോക്കും മക്കളെ, വെറുതെ പെട്ട സാധനം ഇരുന്നത്. അനന്യ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഗെഹ്റായിയ എന്നുള്ള സിനിമയിൽ അന്യയുടെ അഭിനയം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് വർക്കായതാണ്. എനിക്ക് ആ സിനിമയിൽ അന്യയുടെ ആക്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ ചില സിനിമകൾ എനിക്ക് അന്യ വളരെ ഇഷ്ടപ്പെടാറുണ്ട്. എന്തായാലും ഇതിനകത്ത് അന്യയുടെ അനിയൻ എന്തായാലും ആ ഒരു ഫാമിലിയിൽ ഈ ചങ്കി പാണ്ഡെയുടെ മക്കളും ചങ്കി പാണ്ഡെ എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ടു മീ പേഴ്സണലി ദിസ് ഗൈസ് ദ ബെറ്റർ ആക്ടർ. കാരണം ഫസ്റ്റ് പടത്തിൽ തന്നെ അമ്മാതിരി പെർഫോമൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അതായത് ആദ്യത്തെ ഡെബ്യൂ ഫിലിമിൽ തന്നെ മറ്റേ ഇമ്മാതിരി പെർഫോമൻസ് ഞാൻ ചെയ്തുകൊണ്ടേക്കണ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൃത്തിക് റോഷൻ അമ്പരപ്പിച്ച് കളഞ്ഞ പെർഫോമൻസ് ആയിരുന്നു കഹോന പ്യാരയിൽ. സാവറിയിൽ രൺബീർ കപൂർ, ബാൻ ബാജ ബാരാത്തിൽ രൺവീർ സിംഗ്, പിന്നെ ദേ ഈ മച്ചാൻ. പിന്നെ ഞാൻ കണ്ടേക്കണ ആ ഫസ്റ്റ് പടത്തിൽ കുണാൽ കിമോയുടെ ഫസ്റ്റ് പടമായിരുന്നാ കലിയുഗ്, അതും. എന്തായാലും രണ്ടിലും കോൺ ഫാക്ടർ മോഹിത് സൂരി ഉണ്ട് ആസ് ദ ഡയറക്ടർ. എന്നെ സംബന്ധിച്ച് കിടിലം വാച്ച്. നിങ്ങൾ ഈ സിനിമ ബോളിവുഡ് സിനിമയുടെ ആരാധകനാണെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു 80s 90s ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ആ 2000s സമയത്തൊക്കെ ഒരിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ ബെസ്റ്റ് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഹിന്ദി സിനിമകളിൽ ആയിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ അന്ത ലെവലൊരു സാധനമാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ബോളിവുഡ് ഗുഡ് ഫിലിംസിൻ്റെ ഫാൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഈ സിനിമ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തു. അതിൽ മെജോറിറ്റി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബാക്ക്ഡ് അപ്പ് ബൈ ഗ്രേറ്റ് ആക്ടിങ് ആൻഡ് മ്യൂസിക് എന്നുള്ള മ്യൂസിക് ഒരു കുന്ന ആൾക്കാരെ ചെയ്യണം. മിഥുൻ എല്ലാവർക്കും അറിയാം, മിഥുൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. സാചേത് പരമ്പര ആ മച്ചാൻ എനിക്കറിയാൻ പാടില്ല. തനിഷ്ക് ബാഗ്ചി എല്ലാവർക്കും അറിയാവുന്ന മ്യൂസിക് ഡയറക്ടറാണ്. ഋഷഭ് കാന്ത്, വിശാൽ മിശ്ര, ഫഹീം അബ്ദുള്ള, അർസ്ലാൻ നിസാമി, സ്കോർ ബൈ ജോൺ സ്റ്റുവർട്ട് എഡ്യൂറി. ഇത്ര പേര് 1 2 3 4 5 6 7 8 പേര് കൂടി വെറുതെ പെട്ട പാഠം കിട്ടുന്ന മ്യൂസിക്കും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ഈ സിനിമ രണ്ടാമത് കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ടോട്ടലി വർത്ത് മൈ മണി എന്നെനിക്ക് ഫീലായി. കുറേ നാൾക്ക് ശേഷം പാട്ടുകളും റൊമാൻസും നല്ല ആക്ടിങ് ഒക്കെ കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ്, ആക്ഷനും എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് കണ്ട ഒരു ഫീലിംഗ് എനിക്ക് കിട്ടി കുറേ നാൾക്ക് ശേഷം. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഇങ്ങനെ പറയുന്നത്. കുറേ നാൾക്ക് ശേഷം ഇവിടെ ഹിന്ദി സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം എനിക്ക് കാണാൻ പറ്റിയത്. പണ്ട് ഷാറുഖ് ഖാനൊക്കെ അഭിനയിച്ചിരുന്ന, സൽമാനൊക്കെ അഭിനയിച്ചിരുന്ന തരത്തിലുള്ള ഒരു ടൈപ്പ് റോള് കഹോനെ പേരെ കണ്ടപ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടിയില്ലേ. അന്ത ലെവലല്ലെങ്കിൽ പോലും ഈ സിനിമ നമുക്ക് ആ ഒരു മോഹിത് സൂരി ടച്ച് ഇതിലുണ്ട്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. ഞാൻ ഒരു മോഹിത് സൂരി ഫാനാണ്. അത് സ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞു ആവരപ്പൻ എനിക്ക് അമ്മാതിരി ഇഷ്ടമുള്ള പടമാണ്. അപ്പോൾ ആ സിനിമയുടെ പ്രത്യേകത ഇതായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. കിടിലൻ റൊമാൻസും ഇമ്രാൻ ഹാഷ്മിയുടെ അന്യായ ആക്ടിങ്. ഇമ്രാൻ ഹാഷ്മി നമ്മൾ കരയിപ്പിച്ചു തുടങ്ങി ലാസ്റ്റ്. അമ്മാതിരി സാധനമുണ്ട്. ആ തോഫിറയുടെ ഒരു സ്ലോ വെർഷൻ ഉണ്ട് വിത്ത് ആക്ഷൻ. ഇത് പറയാൻ പറ്റില്ല, ഒരു ഷോട്ട് ഗണ്ണം പിടിച്ച് വരുന്ന ഒരു വരവുണ്ട്. എൻ്റെ മോനെ അത് പീക്ക് സിനിമ, പീക്ക് ഹിന്ദി സിനിമ എന്നൊക്കെ ഞാൻ പറയും. എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ടൊരു സീനാണ്. ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരികയാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സീനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്തമാതിരി സാധനം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സിനിമ കണ്ടുപോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ബ്ലൈൻഡായിട്ട് ബോളിവുഡിനെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും എനിക്കൊന്നും പറയാനില്ല. ഹിന്ദി സിനിമ കാണൂല, ഹിന്ദി എനിക്ക് മനസ്സിലാവില്ല, അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്. ഡോൾബി സിനിമയിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. ഓബ്വിയസ്ലി ഞാൻ കണ്ട ഓഡിയൻസും എനിക്ക് തോന്നുന്നു റീജിയണൽ ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ടാണെന്നുകൊണ്ട് അവർക്ക് സബ് ടൈറ്റിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടും ചിലപ്പോൾ സബ് ടൈറ്റിൽ വരാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ കൊച്ചിയിലൊക്കെ ഈ സിനിമ കളിക്കുന്നിടത്തൊക്കെ സബ് ടൈറ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് തിയേറ്ററിൽ വിളിച്ച് ചോദിക്കുക സബ് ടൈറ്റിൽ ഉണ്ടോ ഇല്ലോ എന്നുള്ളത്. എന്തായാലും എനിക്ക് പൈസ വസൂൽ പടമായിട്ടാണ് തോന്നിയത്. അതെനിക്ക് ഇവിടെ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇപ്പം വന്ന് കയറിയുള്ള വീട്ടിൽ അപ്പം തന്നെ ലൈറ്റ് ഓൺ ആക്കി വെച്ചിരുന്ന് വീഡിയോ എടുത്തത് നിങ്ങളോട് പറയാണ്. കാരണം മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണത്. ഈ ഒരു ആഴ്ചയിൽ 6 ദിവസം ഞാൻ വീഡിയോ ഇടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് വന്നത് ഈ സിനിമയുടെ അഭിപ്രായം ഒന്ന് പറയുമെന്നുള്ളതാണ്. എന്തായാലും പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം വർക്കായി, അതെനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് IMAX 70mm GT അഥവാ 1570mm ദി OG ഫിലിം IMAX തിയേറ്ററിൽ പോയി കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ വീഡിയോയും ഈവൻ ഞാൻ പ്രൊജക്ടർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫുൾ പ്രൊജക്ടർ റൂം ഈവൻ ഫിലിമിൻ്റെ IMAXൻ്റെ ത്രെഡിങ് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇട്ടേക്കാം. അതുപോലെ ഡോൾബി സിനിമാസ് ഞാനിവിടെ പോയി കണ്ട 3 സിനിമ കണ്ടിട്ട് എനിക്ക് ഡോൾബി സിനിമാസിൽ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ്. സൂപ്പർമാൻ, F1, സയ്യാറ ഈ 3 സിനിമകൾ ഞാൻ ഡോൾബി സിനിമാസ് ഞാൻ കണ്ടായിരുന്നു. 3 സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ ആ തിയേറ്ററിൽ കാണിച്ചു തരാം, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വലിയൊരു യാത്ര, 6 ദിവസത്തെ വലിയൊരു യാത്രയ്ക്ക് ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. ബൈ ബൈ. നാളെ രാവിലെ നമ്മുടെ മാർവൽ ഫാൻസ് ഇന്ത്യ പിള്ളേരുടെ ഒപ്പം ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് രാവിലെ വെളുപ്പിന് 7:00 ഫാൻ ഷോ കാണാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ IMAXിലും കാണുന്നുണ്ട് സിനിമ. അതിൻ്റെ ഇടയിൽ കൂടെ IMAX കാണുന്ന രാത്രിയാണ് കാണുന്നത്. അതുകൂടാതെ എനിക്ക് നാളെ തന്നെ വിജയ് സേതുപതിയുടെ പടം കാണാനുണ്ട്. അതുപോലെ മാരീശൻ, ഞാൻ കുറേ നാളായിട്ട് കാത്തിരുന്ന വെച്ചൊരു സിനിമ, ഫഹദിൻ്റെയും വടിവേലയുടെയും സിനിമ മാരീശനും കൂടി കാണുന്നുണ്ട്. അതിൻ്റെ അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. ബൈ ബൈ.